Hey guys, welcome back to the channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ബയോയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബയോ പലരും വിചാരിക്കും വലിയ കാര്യമില്ലാത്തതാണ്, അതേപോലെ തന്നെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെച്ചാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു രീതിയിലാണ് എല്ലാവരും ബയോനെ കാണാറ്. നോർമലി എല്ലാവരും ബയോനെ കാണാറ്. ബട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ബയോയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഫോളോവേഴ്സ് കൂടാനും അതേപോലെ തന്നെ കുറയാനും ബയോയുടെ ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫുള്ള് കാണാൻ ശ്രമിക്കുക. ബയോ വെക്കാത്തവരാണെങ്കിലും ബയോ വെച്ചത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലാത്തവരാണെങ്കിലും ഈ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ബയോയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എന്തായാലും മനസ്സിലാവും. സോ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സമയം കളഞ്ഞ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ ബയോയുടെ നോർമൽ ഉപയോഗം എന്ന് വെച്ചാൽ ഒരാൾ നമ്മളറിയാത്ത ഒരാൾ നമ്മളെ അക്കൗണ്ടിലേക്ക് വന്നു. ജസ്റ്റ് നമ്മളെ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് ഒന്നെങ്കിൽ പ്രൈവറ്റ് അക്കൗണ്ട് ആയിരിക്കും, ഇല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട് ആയിരിക്കും. പബ്ലിക് അക്കൗണ്ട് ആണെങ്കിൽ നമ്മളെ ഫോട്ടോ കണ്ടിട്ടൊക്കെ അവർ നമ്മളെ ഫോളോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ അക്കൗണ്ട് പ്രൈവറ്റ് ആണെങ്കിൽ ഒരാൾ നമ്മൾ അക്കൗണ്ട് ജസ്റ്റ് വന്നാൽ ബയോയിൽ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും എഴുതി വെക്കൽ, അല്ലെങ്കിൽ നമ്മൾ ബോണ്ട് ഡേറ്റ് മാത്രം ജസ്റ്റ് എഴുതി വെക്കൽ, അങ്ങനെയൊക്കെ ഒരുപാട് ഒരു അക്കൗണ്ടിലേക്ക് ജസ്റ്റ് പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് വന്നാൽ ഈ അക്കൗണ്ടിൻ്റെ തീം എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത തരത്തിലുള്ള കുറച്ച് ബയോസ് ആയിരിക്കും നോർമലി ചിലവരൊക്കെ ഇടുക. ഐ മീൻ വല്ല പോയം കാര്യങ്ങൾ എഴുതും, അല്ലെങ്കിൽ ബോണ്ട് ഡേറ്റ് എഴുതും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരാൾ നമ്മളെ അക്കൗണ്ടിലേക്ക് വന്ന് ജസ്റ്റ് ഇവർ കാണുക, ഏറ്റവും ആദ്യം കാണുക നമ്മളെ ബയോ ആണ്. സോ ബയോയിൽ ജസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത് June 23. ആരെയും ഫോളോ ചെയ്യുക നമ്മൾ ജസ്റ്റ് ആ അക്കൗണ്ടിലേക്ക് അവരെന്തിനാണ് വന്നത്, അവർ എന്തുകൊണ്ട് നമ്മളെ ഫോളോ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളും മെയിനായിട്ട് നമ്മളെ ബയോയിൽ നമ്മൾ എഴുതി വെക്കേണ്ടതുണ്ട്. മീൻസ് നമ്മളാരാണ്, നമ്മളെന്താണ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ബയോയിൽ വേണ്ടത്. അത് നമ്മളെ ഫോളോവേഴ്സിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഒരുപാട് കേസസിൽ ചിലവരൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ട് അവർ ജസ്റ്റ് നമ്മളെ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാണ്. അവർ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളെ അക്കൗണ്ട് വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. നമ്മളെ ബയോ ഒരുമാതിരി വ്യത്യസ്തമായിട്ട് എഴുതുകയാണെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ ഫോട്ടോഗ്രാഫി പോസ്റ്റേഴ്സാണ് കൂടുതലുള്ളത്, പക്ഷേ നമ്മളെ അക്കൗണ്ട് പ്രൈവറ്റ് ആണ്. സോ അവർ നമ്മളെ ബയോ കണ്ടാൽ എന്തായാലും ഫോളോ ചെയ്യണമെന്നില്ല. നമ്മളിപ്പോൾ പ്രൈവറ്റ് അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ ഇട്ടിട്ടെങ്കിലും അവർ ഫോളോ ചെയ്യും. അപ്പോൾ നമ്മൾ ബയോ എത്രത്തോളം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. കാരണം ബയോനനുസരിച്ചിരിക്കും നമ്മളെ ഫോളോവേഴ്സ് വരലും, അതേപോലെ തന്നെ നമ്മളെ അക്കൗണ്ടിലേക്ക് വന്നിട്ട് പ്രൊഫൈൽ വിസിറ്റ് വന്നിട്ട് പോലും ആൾക്കാർ ഫോളോ ചെയ്യാണ്ട് പോലും. നോർമലി നമ്മൾ ഹാഷ്ടാഗൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ പോസ്റ്റ് നോർമലി റീച്ച് കയറും. സോ നമ്മൾ പോസ്റ്റൊക്കെ ഹാഷ്ടാഗിലേക്ക് റീച്ച് കയറുകയാണെങ്കിൽ ഇപ്പോൾ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണെന്ന് വിചാരിച്ചാൽ അയാൾ നമ്മളെ അക്കൗണ്ടിൽ ഇനിയും ഫോട്ടോഗ്രാഫിയുടെ പോസ്റ്റേഴ്സ് ഇനിയും കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് ജസ്റ്റ് നമ്മളെ അക്കൗണ്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. സോ അവരാദ്യം കാണുക ബയോ ആണ്. സോ ഈ ബയോ അനുസരിച്ചിരിക്കും നമ്മളെ ഫോളോ ചെയ്യാത്തവർ എത്രത്തോളം നമ്മളെ ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ബയോ അനുസരിച്ചിരിക്കും. നമ്മളെ ഫോട്ടോഗ്രാഫി പോസ്റ്റേഴ്സ് ആണെങ്കിലും ബയോ വേറെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് ജസ്റ്റ് ഒരു പോയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ നമുക്ക് ആ പ്രൊഫൈലിലേക്ക് വിസിറ്റ് ചെയ്ത ആൾ നമ്മളെ ഫോളോ ചെയ്യണമെന്നില്ല. സോ നമ്മൾ എത്രത്തോളം നല്ല ബയോ വെക്കണേ അത്രത്തോളം ഫോളോവേഴ്സിന് നമുക്ക് ഗെയിൻ ചെയ്യാനും ഈ ബയോ യൂസ് ചെയ്തിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനത്തെ തരത്തിൽ നമ്മളെ ബയോ വെക്കരുത്, അതേപോലെ തന്നെ എങ്ങനത്തെ തരത്തിൽ വെച്ചാലാണ് നമ്മളെ അക്കൗണ്ടിലേക്കുള്ള ഇംപ്രഷനും അതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബയോയുടെ ഒരു ഫോമും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. സോ വർക്കിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ബയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എങ്ങനത്തെ തരത്തിലുള്ള ബയോ വെക്കരുത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങളാരെങ്കിലും ബയോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, കാരണം നിങ്ങളെ ബയോ ഒന്നും കൂടി നല്ലതാക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾ സഹകരിക്കുക. സോ നമുക്ക് ജസ്റ്റ് നോക്കാം എങ്ങനത്തെ തരത്തിലുള്ള ബയോ ആണ് വേണ്ടാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഞാൻ ഫസ്റ്റ് ഒരു ബയോ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ 07 ഗേൾ ഫ്രണ്ട്സ്, 05 ക്രഷസ്, 20 ബ്രേക്കപ്സ്, 00 ഗേൾ ഫ്രണ്ട്. ആൻഡ് അടിയിൽ എഴുതി വെച്ചിരിക്കണമെന്ന് വെച്ചാൽ ഡോണ്ട് വറി ഇറ്റ്സ് മൈ ബർത്ത് ഡേറ്റ്. ഞങ്ങൾക്കറിയില്ല. സോ നിൻ്റെ ഈ ബർത്ത് ഡേറ്റ് ഇങ്ങനത്തെ തരത്തിൽ എഴുതിയാൽ ആരും എന്നെ ഫോളോ ചെയ്യണമെന്നില്ല. നോർമലി ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്ക്. ജസ്റ്റ് ഇതേപോലെ ബയോ ഇട്ട് നിന്നെ അറിയാത്ത ഒരാൾ വന്ന് ജസ്റ്റ് നിൻ്റെ അക്കൗണ്ട് ജസ്റ്റ് വിസിറ്റ് ചെയ്യണം. സോ ജസ്റ്റ് ഇവർ ഇതാണ് കാണുന്നത്, ഫോളോ ചെയ്യണമെന്നില്ല. നമ്മളെ അക്കൗണ്ടിൻ്റെ എന്ത് തീമിലാണ് ഉള്ളത്, അതേപോലെ തന്നെ നീ ആരാണ് എന്താ ചെയ്യുന്നുള്ള കാര്യം ഈ ബയോയിലില്ല. സോ അവരൊന്നും കൊണ്ട് ഫോളോ ചെയ്യണമെന്നില്ല നിന്നെ, കാരണം നിന്നെ അറിയില്ല. അവർ ഫോളോ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ബയോ കണ്ടിട്ട് തന്നെ അവർ ഫോളോ ചെയ്യാണ്ട് പോകും. കൂളായിട്ടുള്ള ബയോസൊക്കെ വെക്കുമ്പോൾ ഇങ്ങനത്തെ തരത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മളെ ഫോളോവേഴ്സ് പരമാവധി കുറയാൻ ചാൻസ് കൂടുതലാണ്. സോ അപ്പോൾ നമുക്ക് എങ്ങനത്തെ തരത്തിലുള്ള ബയോ ആണ് ശരിക്കും വേണ്ടതെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാം.
അപ്പോൾ ഈ ബയോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് ഫാഷൻ ലൈഫ് സ്റ്റൈൽ ട്രാവൽ. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുക. ഫാഷൻ പോസ്റ്റ് അങ്ങനത്തെ തരത്തിലുള്ള പോസ്റ്റാണ് ഇങ്ങനെ കിട്ടുക എന്നുള്ളത് ജസ്റ്റ് ഈ ബയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. സോ ആൾക്കാർ ഫോളോ ചെയ്യും. നോർമലി അവർ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കാണുന്നുണ്ടെങ്കിൽ അവരെന്തായാലും നമ്മളെ ഫോളോ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ജസ്റ്റ് ഒരു ഫോട്ടോഗ്രാഫർ, ഇപ്പോൾ നമ്മളൊരു ഫോട്ടോഗ്രാഫി അക്കൗണ്ടിൻ്റെ ഫോളോ ചെയ്ത് ജസ്റ്റ് അവർ നമ്മളെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ, ലൈഫ് അങ്ങനത്തെ തരത്തിലൊക്കെ കാണുകയാണെങ്കിൽ അവരും ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് കിട്ടുകയെന്ന് വിചാരിച്ചിട്ട് നമ്മളെ അക്കൗണ്ട് എന്തായാലും അവർ ഫോളോ ചെയ്യും. അവിടെ ഒരു ചാൻസ് ഉണ്ട് നമുക്ക് ഫോളോവേഴ്സ് കൂടാൻ. സോ അങ്ങനത്തെ തരത്തിലൊക്കെയാണ് ബയോ നമ്മൾ നോർമലി വെക്കേണ്ടത്. അപ്പോൾ അടുത്തൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഈ അക്കൗണ്ടിൽ നോക്കുകയാണെങ്കിൽ എവിടുന്ന വന്നതെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറയുടെ നെയിം, അതേപോലെ തന്നെ വീഡിയോ ഉണ്ടാക്കുന്ന ആളാണ്. കൂടുതലായിട്ടുള്ള എഡിറ്റിങ്ങിൻ്റെ വീഡിയോസിനൊക്കെ ആയിട്ട് ജസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. സോ നോർമലി ആരാണെങ്കിലും ജസ്റ്റ് ഫോളോ ചെയ്യും. കാരണം നോർമലി അത് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എന്ന് അവർക്ക് മനസ്സിലാവും കണ്ടാൽ. അതേപോലെ ഫോട്ടോഗ്രാഫി വീഡിയോസൊക്കെ ഉണ്ടാക്കുന്ന യൂട്യൂബർ ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഫോളോ ചെയ്യും. കാരണം അവർ കറക്റ്റ് എഴുതിയിട്ടുണ്ട് ഇവിടെ നമ്മളെ അക്കൗണ്ടിൻ്റെ തീം എന്താണെന്നുള്ള കാര്യം. ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് അവരെന്താണ്, എങ്ങനെയാണ്, എവിടുന്നാണ് വന്നെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ജസ്റ്റ് നോർമലി നമ്മൾ ഫോളോ ചെയ്യും. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ എൻ്റെ ബയോ വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ എടുക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ജസ്റ്റ് ഒരാൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും യൂട്യൂബറാണ്, ഫോട്ടോഗ്രാഫറാണ്, ഫിലിം മേക്കറാണ്. അതേപോലെ തന്നെ എന്തരത്തിലുള്ള ഫോട്ടോസാണ് ഞാൻ എടുക്കാറെന്നും കൂടി ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. മാക്രോ, പോർട്രേറ്റ്, ക്രിയേറ്റീവ് അങ്ങനത്തെ തരത്തിലുള്ള ഫോട്ടോസാണ് എടുക്കാറ്. അതേപോലെ തന്നെ മൊബൈലിലാണ് ഫുള്ളി ഷോർട്സ് എടുക്കാറ്. അങ്ങനത്തെ കാര്യം എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്കും ഞാൻ ജസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അവർക്ക് നോർമലി നമ്മളെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ തന്നെ മനസ്സിലാവും ഈ അക്കൗണ്ടിൻ്റെ തീം എന്താണെന്നുള്ള കാര്യങ്ങൾ. സോ ഈ വീഡിയോയുടെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബയോയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഒരു സിമ്പിൾ വീഡിയോ ആണ്, ബട്ട് നിങ്ങൾ ബയോയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. സോ ബയോയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരും കൂടി ഒന്ന് ജസ്റ്റ് അറിയട്ടെ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം, അതേപോലെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. റെയിൻബോ ലൈറ്റ്സ് എന്ന് സെർച്ച് ചെയ്താലും കിട്ടും. സോ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്നെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ അയക്കുന്നതാണ്. നിങ്ങളെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഇതേപോലെ ബയോ നല്ല രീതിയിൽ വെച്ചിട്ടില്ലെങ്കിൽ, അതേപോലെ തന്നെ ബയോ വെച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അവർക്ക് കൊടുക്കുക. സോ അവരും കൂടി ഒന്ന് മനസ്സിലാക്കട്ടെ ബയോയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തുള്ളിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ആദിൽ സൈനിങ് ഔട്ട്.